യന്ത്രങ്ങൾ കൈയടക്കിയ പാടങ്ങളിൽ പാരമ്പര്യത്തിന്റെ കൈപിടിച്ച് കാളപ്പൂട്ടുമായി രാജൻ ഇന്നും സജീവം. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ രാജനിലൂടെയാണ് വിഷുക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ആദ്യ ചുവട്. അതിരാവിലെ കാളയും കാളപൂട്ട് ഉപകരണങ്ങളുമായി കൃഷിസ്ഥലത്തെത്തുന്ന രാജൻ നടുവണ്ണൂരുകാരുടെ സ്ഥിരം കാഴ്ചയാണ്. ഒരു കാലത്ത് വയലേലകളിലുണ്ടായിരുന്ന ഈ കാഴ്ച ഇന്ന് ചുരുക്കം ചിലരിലേക്ക് ചുരുങ്ങി. മനുഷ്യാധ്വാനം യന്ത്രം ലഘൂകരിക്കുന്ന കാലത്ത് കാളപൂട്ടി എന്തിന് സമയം കളയുന്നുവെന്ന് രാജനോട് ചോദിക്കരുത്. അദ്ദേഹത്തിനിത് പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകളിൽ ഉപജീവനം സുരക്ഷിതമാക്കാനുള്ള വഴിയാണ്. കൃഷിയെ സ്നേഹിക്കുന്നവരെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രയത്നവും. ഞാൻ മാത്രമാണേലുള്ളൂ ഇവിടെ. നമ്മളെ നടുവണ്ണൂർ പഞ്ചായത്തിൽ എല്ലാവരും ഒഴിവാക്കി. ഞാനിങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. ഇത് കൃഷിയായിട്ട് പോവുക. കൃഷിയാണ് നമ്മളെ പ്രധാനം. കുറേ വയൽ കൃഷി ഉണ്ടാക്കും, കുറേ വളപ്പെല്ല്, കുറേ വാഴ, കുറേ പൂള, അതെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യും. ഞാനൊരു 20 വയസ്സ് ആകുമ്പോൾ തുടങ്ങിയേക്ക്. സ്കൂൾ പഠിപ്പ് 5ാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ പോയിട്ടില്ല. പിന്നെ നാക്കാലിയായിട്ടുള്ള കളിയാണ്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, ഒക്കെ അങ്ങനെ വളർത്തുന്ന പരിപാടി. അതിലൂടെ കുറേ പച്ചക്കറിയും അതും ഇതുമെല്ലാം അങ്ങനെ കൃഷി ചെയ്യും. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തും വിവിധയിനം പച്ചക്കറികൾക്ക് നിലമൊരുക്കുകയാണ് രാജൻ ഇപ്പോൾ. വിഷുക്കാലത്തെ വിഭവമൊരുക്കാൻ പാടങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. കാളപൂട്ടലിന്റെ ഒഴിവ് സമയങ്ങളിൽ കർഷകനായ രാജൻ മറ്റ് കൃഷികളിലും സജീവമാണ്. പശുവും ആടുമൊക്കെ മറ്റു വരുമാന മാർഗമാകുമ്പോഴും രാജൻ കാളപൂട്ടി നിലമുഴുന്ന ജോലിയിൽ എന്നും സജീവമാകുമെന്നാണ് പറയുന്നത്. ന്യൂസ് 18 വടകര.